Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ആണ് നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത്. സോ സെക്കൻഡ് സെമസ്റ്ററിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടാണ് നമ്മൾ ഇനി നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഉറപ്പായും ഓരോ പാർട്ടിലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷൻ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡിസ്കഷൻ ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട്. സോ സെക്കൻഡ് സെമസ്റ്ററിലെ 5 പേപ്പേഴ്സിന്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ പേപ്പേഴ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ, ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ദെൻ 2 ഇംഗ്ലീഷ് പേപ്പർ, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം. ഈ 5 പേപ്പേഴ്സിന്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും പറ്റും. സോ നമ്മുടെ ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡിസ്കഷൻ ആണ്. 2023 പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്ത ദിവസം നമ്മൾ 2022 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ പേപ്പർ നമ്മൾ പ്രോബ്ലം പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ. അപ്പോൾ ഈ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഏതൊക്കെ ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യം അവർ കോണ്ടാക്ട് ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് 2023 ബികോമിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് സെമസ്റ്റർ CBCSS UG ഡിഗ്രി എക്സാമിനേഷൻ April 2023 ബികോം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 19 to 2022 അഡ്മിഷൻ. മാക്സിമം 80 മാർക്സ് ആണ് വരുന്നത്. 2.5 മണിക്കൂർ എക്സാം വരുന്നു. പാറ്റേൺ ഒക്കെ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലത്തെ പേപ്പേഴ്സ് അല്ലെ എക്സാം എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് അറിയുന്നതാണ്. സെക്ഷൻ എയിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഒരു ക്വസ്റ്റിന് 2 മാർക്സ്, മാക്സിമം 25 മാർക്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു 15 ചോദ്യങ്ങളാണ്. സോ റെഗുലർ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ സിലബസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസിലത്തെ കുട്ടികൾക്കാണ് ഇപ്പോൾ കോണ്ടാക്ട് ക്ലാസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത നമുക്കറിയുന്നതാണ്. ഇവിടെ ബികോം സ്റ്റുഡൻസിന് 5 മൊഡ്യൂളിൽ ആദ്യത്തെ ഒറ്റ മൊഡ്യൂൾ മാത്രം നിങ്ങൾ ഫസ്റ്റ് +1 പഠിച്ചിട്ടുള്ള സിംഗിൾ എൻട്രി, ബാലൻസ് മുഴുവൻ കമ്പനി അക്കൗണ്ട്സ് ആണ് വരുന്നത്. സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ അത് അധികം പഠിച്ചിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് CBSE സ്റ്റുഡൻസിന് ടച്ച് ഉള്ളതാണ്. ഷെയർ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് മൊഡ്യൂള് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരണം. പല കുട്ടികളും ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് ഇത്ര ഗ്യാപ്പൊക്കെ ആയപ്പോൾ അക്കൗണ്ടിംഗ് ഒക്കെ മറന്നിട്ടുണ്ട്. അങ്ങനെ ആവരുത്. നല്ല രീതിയിൽ ബേസ് വേണം. ഇനിയുള്ള എല്ലാ സെമസ്റ്ററിലും പ്രോബ്ലം പേപ്പേഴ്സിന്റെ എണ്ണം കൂടി വരും കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഷെയർസിൽ നിന്ന് ഒരുപാട് 2 മാർക്സിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട് റിപ്പീറ്റ് ആയിട്ട്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. വാട്ട് യു മീൻ ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം? ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ നടത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ഷോർട്ടായിട്ട് 2 സെന്റൻസിൽ അതിന്റെ കാര്യങ്ങൾ എഴുതി മാർക്ക് മേടിക്കാൻ സാധിക്കും. ഇതാണ് ആൻസർ. A company issues its shares at a premium when the price at which it sells the shares is higher than their par value or face value. അതിനെയാണ് നമ്മൾ ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയാം. എന്താണ് ഉദ്ദേശിച്ചത്? നമുക്കറിയാം ഷെയർ നമുക്ക് 3 രീതിയിൽ ഇഷ്യൂ നടത്താൻ സാധിക്കും. പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട്. ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത്, മുഖവില
എന്ന് പറഞ്ഞാൽ അല്ലേ യഥാർത്ഥ വില, പാർ വാല്യൂ, മുഖവില. അത് ഫോർ എക്സാമ്പിൾ 10 രൂപ. അപ്പോൾ 10 രൂപ വാല്യൂ ഉള്ളത് നമ്മൾ 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ നടത്തുകയാണെങ്കിൽ നമ്മൾ പറയും ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയും. ദെൻ 10 രൂപയുള്ള സാധനം അതിനേക്കാൾ കൂടുതൽ വിലയിലാണ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയും ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി 10 രൂപയുള്ള സാധനം അതിനേക്കാൾ കുറവ് വിലയിലാണ് നമ്മൾ ഇഷ്യൂ നടത്തണമെങ്കിൽ അതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. when the shares sells higher than its par value or face value, ഇതാണ് നമ്മൾ ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയാം. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദി പോയിന്റ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ് കോൾസ് ഇൻ അരിയർ അല്ലെങ്കിൽ കോൾസ് ഇൻ അഡ്വാൻസ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോൾസ് ഇൻ അഡ്വാൻസ് എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. കോൾ മണി നമ്മൾ മുൻകൂട്ടി പേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയാം. നോക്കിയേ, നമ്പർ 2, കോൾസ് ഇൻ അഡ്വാൻസ് ഈസ് ദി പ്രീപേയ്മെന്റ് ഓഫ് അൺകോൾഡ് എമൗണ്ട് ഓൺ ദി ഷെയർസ് ബൈ വൺ ഓർ മോർ ഷെയർ ഹോൾഡേഴ്സ്. അല്ലേ, നമ്മൾ മുൻകൂട്ടി അടയ്ക്കുകയാണ്. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ്, കോൾസ് ഇൻ അരിയേഴ്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. അടയ്ക്കാൻ വിളിച്ചിട്ട് അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ അതിനെ കോൾസ് ഇൻ അരിയേഴ്സ് എന്നും, മുൻകൂട്ടി പേ ചെയ്യുകയാണെങ്കിൽ കോൾ മണി അതിനെ കോൾസ് ഇൻ അഡ്വാൻസ് എന്നും പറയുന്നു. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 2 മാർക്സിൻ്റെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതാണ് ചോദിച്ചത്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാപ്റ്റർ നമ്പർ 1ൽ നിന്ന് വാട്ട് ഈസ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. മിക്ക പേപ്പറിലും വരാറുള്ളതാണ് കേട്ടോ. സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്താണ് നോക്കിയേ. നമുക്കറിയാം ഡബിൾ എൻട്രി ആണ് സാധാരണ നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ബട്ട് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊന്നും അറിയാത്ത ചെറിയ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. അല്ലാത്ത സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സിംഗിൾ എൻട്രി. സോ നോക്കിയേ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗ് ദാറ്റ് റെക്കഗ്നൈസസ് ഓൺലി വൺ സൈഡ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഓക്കെ, ആൻഡ് യൂഷ്വലി കൺസിസ്റ്റ് ഓൺലി ഓഫ് എ റെക്കോർഡ് ഓഫ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് വിത്ത് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം അല്ലാത്ത സിസ്റ്റത്തിനെ നമുക്ക് സിംഗിൾ എൻട്രി എന്ന് പറയാം. ഡബിൾ എൻട്രി ആകുമ്പോൾ ഏതൊരു ട്രാൻസാക്ഷനും 2 അക്കൗണ്ട് ഉണ്ടായിരിക്കും. അത് അല്ലേ 2 സ്ഥലത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ഡബിൾ എൻട്രി. സിംഗിൾ എൻട്രി എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല അല്ലേ. ഡബിൾ എൻട്രി അല്ലാത്ത സിസ്റ്റത്തിനെ നമുക്ക് എന്ത് പറയാം, സിംഗിൾ എൻട്രി എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഈസ് ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. ക്യാപിറ്റൽ റിസർവ് എന്താന്നുള്ളത്, ക്യാപിറ്റൽ റിസർവ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റിസർവ് ക്യാപിറ്റൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരു സ്ഥാപനത്തിന് ലഭിക്കുമ്പോൾ അത് മാറ്റിവെക്കുന്നു എങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുക. ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഓക്കെ, റവന്യൂ പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ട്. So a capital reserve is the type of reserve that is created from capital profit. A capital reserve is created from capital profit earned through sales of capital assets such as the sale of fixed asset, profit on sale of shares, etc. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക, ക്യാപിറ്റൽ ഐറ്റംസ്, ലോങ് ടൈം അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ് ഒക്കെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഷെയർ, ഇതൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ, ഗെയിൻ കിട്ടുകയാണെങ്കിൽ ആ പ്രോഫിറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുക. ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. റിപ്പീറ്റ് ചോദ്യമാണ്. നമ്പർ 5, എക്സ്പ്ലെയിൻ ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. ഇതും റിപ്പീറ്റ് ആണ്. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണ്, ഷെയർ ഇഷ്യൂ നടത്തി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇനി അണ്ടർ സബ്സ്ക്രിപ്ഷനും ചോദിക്കാറുണ്ട്. ഇഷ്യൂ നടത്തി നമ്മൾ ഇഷ്യൂ നടത്തിയതിനേക്കാൾ കുറവാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓവർ സബ്സ്ക്രിപ്ഷൻ മീൻസ് when the number of applications to buy a particular company share is higher than the actual number of shares they have issued. ഇഷ്യൂ നടത്തിയതിനേക്കാൾ കൂടുതലാണ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാ. ഈസി.
ഇനി നമ്പർ 6, what do you understand by forfeiture of shares? Forfeiture of shares എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്യാൻസലേഷൻ ഓഫ് ഷെയർസിനെയാണ് forfeiture of shares എന്ന് പറയാം. നമ്മൾ ഷെയർ ഇഷ്യൂ നടത്തിയതിന് ശേഷം ആപ്ലിക്കേഷൻ മണി മേടിക്കുന്നു, അലോട്ട്മെന്റ് മണി മേടിക്കുന്നു, കോൾ മണി മേടിക്കുന്നു. ദെൻ ഇത് അവർ പ്രോപ്പറായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ നമ്മളതിനെ കോൾസിന് അരിയർ എന്ന് പറയും. അതിനുശേഷം നമ്മൾ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യും. എന്നിട്ടും അവർ അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഷെയറിനെ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ ഷെയർ അവർ പ്രോപ്പറായിട്ട് അടയ്ക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മളത് ക്യാൻസൽ ചെയ്ത് കളയുന്നതിനെയാണ് forfeiture of shares എന്ന് പറയാം. നോക്കിയേ, forfeiture of shares means cancellation of shares by the issuing company due to non-payment of the subscription amount as requested by the issuing company from the shareholder. I think you got the concept. So ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. റിപ്പീറ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ. ഇനി നമ്പർ 7, വാട്ട് ആർ ഡിവിസിബിൾ പ്രോഫിറ്റ്സ്? ഡിവിസിബിൾ പ്രോഫിറ്റ് എന്താണ്? അങ്ങനെ റിപ്പീറ്റ് ആയിട്ടില്ല, ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിവിസിബിൾ പ്രോഫിറ്റ്സിനെ പറ്റിയിട്ട്. ദി പ്രോഫിറ്റ്സ് അവൈലബിൾ ഫോർ ദി ഡിസ്ട്രിബ്യൂഷൻ എമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ആസ് ഡിവിഡൻഡ് ആർ കോൾഡ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ്. എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കണം അല്ലേ? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആണ് കൊടുക്കുക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റ്സ് എന്ന് പറയാം. ഓക്കെ, 2 മാർക്സിന്റെ വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം. ഐ തിങ്ക് യു ഗോട്ട് ദി കൺസെപ്റ്റ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 8, വാട്ട് ഡു യു മീൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് റവന്യൂ റെക്കഗ്നിഷൻ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. റവന്യൂ റെക്കഗ്നിഷൻ എന്താണ്? പ്രിൻസിപ്പിൾസിൽ ഒരെണ്ണം. സോ അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾസ്, റവന്യൂ ആർ റെക്കഗ്നൈസ്ഡ് വെൻ ദേ ആർ റിയലൈസ്ഡ് ഓർ റിയലൈസബിൾ ആൻഡ് ആർ ഏൺഡ് നോ മാറ്റർ വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് റവന്യൂ റെക്കഗ്നേഷനിൽ. റവന്യൂനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ അത് റിയലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഏൺ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ റവന്യൂവിനെ റെക്കഗ്നൈസ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ പറയാറുണ്ട് കിട്ടാൻ സാധ്യതയുള്ള ഒന്നിനെ നമ്മൾ റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഏൺ ചെയ്താലേ കിട്ടുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുള്ളൂ. അത് കയ്യിൽ കിട്ടണമെന്നില്ല, മനസ്സിലായോ? കമ്മീഷൻ ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഏൺ ചെയ്താൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അത് നമുക്ക് കിട്ടാനുള്ള എന്തുണ്ട്? റൈറ്റ് ഉണ്ട് എങ്കിൽ നമുക്കതിനെ റെക്കഗ്നൈസ് ചെയ്യാം. നോ മാറ്റർ അതിന്റെ ക്യാഷ് നമുക്ക് കിട്ടണം എന്നുള്ളത്. ഓക്കെ, ദെൻ എന്താണ്? കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിന് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? എഴുതാൻ പാടില്ല. നേരെ മറിച്ച് ലോസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പ്രിൻസിപ്പിളിൽ. അപ്പോൾ അതാണ് റവന്യൂ റെക്കഗ്നിഷൻ. ഓക്കെ, നമ്മൾ +1 പഠിച്ചിട്ടുള്ള സംഭവമാണ്. മൂവിങ് ടു നെക്സ്റ്റ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പേപ്പറിലും ഉണ്ടായിരിക്കും. എക്സ്പാൻഡ് IFRS, ഈസി, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IFRS എന്ന് പറയാം. ഓക്കെ, 2 മാർക്ക്. എന്ത് ഈസിയാ! ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ദെൻ ഈ പറയുന്ന ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മളപ്പോൾ എന്ത് ചെയ്തു? ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൺവേർജ് ചെയ്യാണ്ട് ചെയ്തത്. ഓക്കെ, നമ്മളിപ്പോൾ അതാണ് ഫോളോ ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ട് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10, വാട്ട് ഈസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അല്ല, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് പ്ലേസ്മെന്റിനെ പറ്റിയിട്ട്. ഈസിയാണ്. എ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഈസ് എ സെയിൽ ഓഫ് ഷെയർസ് ഓർ ബോണ്ട്സ് to pre-selected investors and institutions rather than in the open market. എന്താ ഉദ്ദേശിക്കുന്നത്? ഷെയർസ് അല്ലെങ്കിൽ ബോണ്ട്സ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ ഇഷ്യൂ നടത്തി അല്ലെ വിൽക്കുന്നതിന് പകരം അതിന് മുമ്പ് പ്രീ സെലക്റ്റഡ് ഇൻവെസ്റ്റേഴ്സ്, മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈവറ്റ് പ്ലേസ്മെന്റ്. അതുകൊണ്ടാണ് അതിനെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയാം. ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റേഴ്സിന്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 11, ഈസി ക്വസ്റ്റ്യൻ. റൈറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ASB, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ASB,
അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി. ദി മെയിൻ ഫങ്ഷൻ ഓഫ് ദി ASB is to formulate accounting standard. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. While formulating the accounting standards, the ASB will take into consideration the applicable laws, customs, usages and business environment prevailing in India. ഇതൊക്കെ ASB നോക്കണം കേട്ടോ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യത്തിൽ ഒന്നാണ് കേട്ടോ. നമ്പർ 12 ഈസി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. വാട്ട് ഈസ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ? പ്രിഫറൻസ് ഷെയർസിന്റെ ഡിഫറെന്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർസിനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞാൽ ഷെയർ ആയിട്ടോ അങ്ങനെ കൺവേർട്ട് ആയിട്ട് മറ്റൊരു സെക്യൂരിറ്റി സ്റ്റാറ്റസിലോട്ട് മാറാനുള്ള എന്താണ് റൈറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ. Convertible preference shares are preference shares that include an option for the holder to convert the shares into a fixed number of equity shares after a predetermined date. മനസ്സിലാവുണ്ടോ? കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മറ്റൊരു സെക്യൂരിറ്റിയിലോട്ട് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. പ്രിഫറൻസ് ഷെയർ ഒക്കെ ആയിട്ട് മാറാം ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് അതിനെ കൺവേർട്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. വാട്ട് ഈസ് എ ബാലൻസ് ഷീറ്റ് പ്ലസ്? ഇതൊക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന എന്താണ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയ്ക്ക് എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ വല്ലപ്പോഴാണ് കേട്ടോ ഇടാറുള്ളത്. ബാലൻസ് ഷീറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഷീറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് റിപ്പോർട്ട്സ് എ കമ്പനീസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡർ ഇക്വിറ്റി. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസി അല്ലേ? Then question number 14 റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് പ്രോറാറ്റ അലോട്ട്മെന്റ്? പ്രോറാറ്റ ഒക്കെ മിക്ക പേപ്പറിലും ഉണ്ടായിരിക്കും. പാർഷ്യൽ അലോട്ട്മെന്റ് ഓഫ് ഷെയർസിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോറാറ്റ എന്ന് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആകെ കൂടിയിട്ട് 500 ഷെയർ ഉള്ളോ അല്ലെങ്കിൽ 5000 ഷെയർ ഉള്ളോ, അതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ആപ്ലിക്കൻസ് വരാം. 6000 വരുമെന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? 6000 ചോദിച്ച ആൾക്കാരുടെ മുമ്പിൽ നമ്മളെല്ലാം 5000 അല്ലേ ഉള്ളൂ. അപ്പോൾ 6000 ചോദിച്ചവർക്ക് നമ്മൾ എന്ത് ചെയ്യണു? 5000 കൊടുത്ത് സംതൃപ്തിപ്പെടുത്തുന്നു. അപ്പോൾ 6 ചോദിച്ചാൽ 5 കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു പാർഷ്യൽ അലോട്ട്മെന്റ് ആണ് നടന്നിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോറാറ്റ അലോട്ട്മെന്റ് എന്ന് പറയാം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രോറാറ്റ അലോട്ട്മെന്റ് refers to the allotment of shares in proportion of the shares applied for. When a company makes prorata allotment, it adjusts the excess money received at the time of application firstly towards the allotment and then towards call. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടിയും പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള ഷെയർസിനേക്കാൾ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നു. അതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം എക്സസ് വന്ന ആൾക്കാരെ, അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ പറയുന്ന പാർഷ്യൽ അലോട്ട്മെൻറ്റ്. 10 ചോദിച്ചവർക്ക് 8 കൊടുക്കുക, 6 ചോദിച്ചവർക്ക് 5 കൊടുക്കുക. അതിനെയാണ്. അപ്പോൾ എക്സസ് വന്നത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അലോട്ട്മെൻ്റ് ഒക്കെ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ദി കൺസെപ്റ്റ് ഓഫ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ്, പാർഷ്യൽ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. നമ്മുടെ കൊടുക്കാനില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാർ വരുമ്പോൾ. നമ്പർ 15. വാട്ട് ഈസ് എ ബെയറർ ഡിബഞ്ചർ? ഡിബഞ്ചറിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം വരുന്നതാണ്. രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്താണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബെയറർ ഡിബഞ്ചർ എന്താണെന്നോ എപ്പോഴും വരുന്നതാണ് കേട്ടോ. ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ ബെയറർ ഡിബഞ്ചേഴ്സ് ആർ ദി ഡിബഞ്ചേഴ്സ് വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ വേ ഓഫ് ഡെലിവറി ആൻഡ് ദി കമ്പനി ഡസ് നോട്ട് കീപ്പ് എനി റെക്കോർഡ് ഓഫ് ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ആരുടെ കയ്യിലാണോ ഈ ഡിബഞ്ചർ ഉള്ളത് അത് അവരുടെ സ്വന്തം, അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിനെ ബെയറർ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കമ്പനിക്ക്. നേരെ മറിച്ച് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ ആരുടെ കയ്യിലാണ് എങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ബെയറർ. ബെയററിൽ എന്താണ്? ആരുടെ കയ്യിലാണ് ഉള്ളത് അത് അവരുടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ഡസ് നോട്ട് കീപ്പ് എനി റെക്കോർഡ് ഓഫ് ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, എൻ്റെ കയ്യിൽ 500 രൂപ ഉണ്ടെങ്കിൽ അതിലെൻ്റെ പേര് എഴുതി വയ്ക്കണ്ടല്ലോ. അതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതെൻ്റെയാണ്. മനസ്സിലാവുണ്ടോ? നേരെ മറിച്ച് ചെക്കാവുമ്പോൾ എന്താണ് അതിൽ തന്നെ ചില ചെക്കുകൾ എന്ന് പറയുമ്പോൾ ആ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അല്ലേ നമുക്ക് അത് ക്യാഷാക്കി മാറ്റാനുള്ള അവസരമുള്ളൂ, രജിസ്റ്റേർഡ്. അപ്പോൾ ഇവിടെ ബെയറർ എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ആരുടെ കയ്യിലാണോ അത് അവരുടെ.
രജിസ്റ്റേർഡ് ആണെങ്കിൽ അങ്ങനെയല്ല, സ്വന്തം പേരൊക്കെ അവിടെ പ്രോപ്പറായിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് പാർട്ട് 1 ചോദിച്ചിട്ടുള്ള 15 ചോദ്യങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളത്. ഐ തിങ്ക് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു പാർട്ട് 1. സോ പാർട്ട് 1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15 ചോദ്യങ്ങൾ 2 മാർക്കാണ്. 30 മാർക്ക് അവിടെ വരുന്നുണ്ടെങ്കിലും സീലിംഗ് ഉണ്ട്, നിങ്ങൾക്ക് മാക്സിമം 25 മാർക്സേ ലഭിക്കുകയുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എ. മൂവിങ് ടു പാർട്ട് ബി. പാർട്ട് ബിയിൽ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. നിങ്ങൾക്കറിയാം സെക്ഷൻ ബിയിൽ 8 ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാം, ബട്ട് മാക്സിമം 35 മാർക്സേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 16. എക്സ്പ്ലെയിൻ ദി ഡിഫറെന്റ് ഫേസസ് ഓഫ് ഇഷ്യൂ ഷെയർ ക്യാപിറ്റൽ. ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ ഇഷ്യൂ ഷെയർസിന്റെ ഷെയർ ഇഷ്യൂ നടത്തുമ്പോഴുള്ള ഫേസസ് ആണ് ചോദിക്കുന്നത്. പല സ്റ്റേജസിലെ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സ്റ്റേജസിലൂടെ പോകും, ഫേസസ് ആണ് ചോദിക്കുന്നത്. ഈസി അല്ലേ? നിങ്ങൾ അത് ജേണൽ എൻട്രി ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ ആദ്യം തന്നെ. സോ ഇഷ്യൂ ഷെയർസ് ഈസ് ദി പ്രോസസ് ഇൻ വിച്ച് കമ്പനീസ് അലോട്ട് ന്യൂ ഷെയർസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഇഷ്യൂ നടത്തുക എന്ന് പറയുമ്പോൾ അല്ലെ, ഷെയർ ഹോൾഡേഴ്സിന് പുതിയതായിട്ട് ഇഷ്യൂ നടത്തുന്നു, ഷെയർ ഇഷ്യൂ നടത്തുന്നു. സോ ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ബി ഐദർ ഇൻഡിവിജ്വൽസ് ഓർ കോർപ്പറേറ്റ്സ്. നമ്മൾ ഇഷ്യൂ നടത്തുന്ന ഷെയർസ് എടുക്കുന്നത് ആർക്കൊക്കെ ആവാം? ഷെയർ ഹോൾഡേഴ്സ് ഇൻഡിവിജ്വൽസ് ആവാം, വ്യക്തികളാവാം, സ്ഥാപനങ്ങളാവാം. ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്, റിസീവിംഗ് ആപ്ലിക്കേഷൻ. നമ്മൾ എന്ത് നടത്തുന്നു? ആദ്യം തന്നെ പ്രോസ്പെക്ടസ് ഇഷ്യൂ നടത്തുന്നു, ദെൻ ആപ്ലിക്കേഷൻ അതിനുശേഷം റിസീവ് ചെയ്യുന്നു, ദെൻ ഷെയർ അലോട്ട് ചെയ്യുന്നു അല്ലേ? ആർ ദി 3 ബേസിക് സ്റ്റെപ്സ് ഓഫ് ദി പ്രൊസീജിയർ ഓഫ് ഇഷ്യൂയിങ് ദി ഷെയർസ്. മെയിനായിട്ട് അതല്ലേ വരുന്നത്. ആദ്യം പ്രോസ്പെക്ടസ് കൊടുക്കുന്നു, ദെൻ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്നു, അലോട്ട്മെന്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കോൾ മണി, അങ്ങനെ മൊത്തം എമൗണ്ടുകൾ പല സ്റ്റേജസിലൂടെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ 5 മാർക്കിന്റെ വരുമ്പോൾ ഇത്ര എഴുതിയ പോരാട്ടോ. ഇതിപ്പോൾ ആൻസർ കീ ആയതുകൊണ്ട് ഏറ്റവും ഷോർട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസും 5 മാർക്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രിയും കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് വെക്കാം. ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ ഷെയർസ് ഈസ് നോൺ ആസ് അലോക്കേഷൻ ഓർ അലോട്ട്മെന്റ്. അപ്പോൾ നമ്മൾ ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ കടന്നു പോകുന്ന ഫേസസ് ആണ് ചോദിക്കുന്നത്. ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ അത് ആർക്കൊക്കെ ആവാം? കോർപ്പറേറ്റ്സിനാവാം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനാവാം. നമ്മൾ ആദ്യം തന്നെ പ്രോസ്പെക്ടസ് കൊടുക്കുന്നു, അതിനുശേഷം ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്നു, ദെൻ ഷെയർ അലോട്ട് ചെയ്യുന്നു, ദെൻ നമ്മുടെ ടോട്ടൽ ഷെയർസിൻ്റെ എമൗണ്ട് പല സ്റ്റേജസിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്നു അല്ലേ? അത് ആപ്ലിക്കേഷൻ ആയിട്ട്, അലോട്ട്മെൻ്റ് ആയിട്ട്, കോൾ മണി ആയിട്ട് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള എമൗണ്ട് പല ഇൻ്റർവെൽസിലൂടെ കളക്ട് ചെയ്യുന്നു. അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അവർ പ്രോപ്പറായിട്ട് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാം. അതല്ലെങ്കിൽ അവിടെ അരിയർ വരും, ചിലപ്പോൾ അത് ഫോർഫീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫേസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. 5 മാർക്സ് ഈസി ആയിട്ട് പറ്റും കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്, മിക്ക പേപ്പറിലും ഉണ്ട്. ഡിസ്റ്റിംഗ്വിഷ് റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. 2 മാർക്കിൻ്റെ ആയിട്ടും വരാറുണ്ട്, 5 മാർക്കിൻ്റെ ആയിട്ടും വരാറുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ക്യാപിറ്റൽ റിസർവ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ എമൗണ്ടിൽ നമ്മൾ മാറ്റി വയ്ക്കുന്ന പോർഷനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുക. അത് നമ്മൾ വൈൻഡിങ് അപ്പ് ആകുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുക. അത് നമ്മൾ വേറെ ഒരൊറ്റ പരിപാടിക്കും മാറ്റി അല്ലെങ്കിൽ തൊടില്ല. അതാണ് റിസർവ് ക്യാപിറ്റൽ. രണ്ടാണ്. അപ്പോൾ നോക്കിയേ, നമ്പർ 1, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. നമ്മൾ തൊടില്ല, അത് വിളിക്കാത്ത ക്യാപിറ്റൽ മാറ്റി വയ്ക്കുകയാണ്. ഇതോ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ്. നമ്പർ 2, ഇറ്റ് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഡിസ്ക്ലോസ് ചെയ്യില്ല. ഇവിടെയോ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അണ്ടർ റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ താഴെ അല്ലേ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് കാണിക്കും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ് മാത്രമാണ് അതെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു. നമ്പർ 3, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദി ലൈഫ് ഓഫ് ദി കമ്പനി. എപ്പോൾ വേണമെങ്കിലും എടുക്കാം. നമ്പർ 4, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. ഇത് ക്യാപിറ്റൽ ലോസ് ഒക്കെ വരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുക്കില്ല, തൊടില്ല. ഇവിടെയോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. ക്യാപിറ്റൽ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നമ്പർ 5, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ്. ഇത് തൊടില്ലല്ലോ.
ഇത് അതിനുവേണ്ടി യൂസ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ്. 5 പോയിന്റ് എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് ലഭിക്കും. 1 പോയിന്റ് കൂടി കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണത് മസ്റ്റ് അല്ല. ഇവിടെ മസ്റ്റ് ആണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് കമ്പൽസറി ടു ക്രിയേറ്റ് ക്യാപിറ്റൽ റിസർവ് ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഏൺഡ്. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 17. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിലപ്പോൾ 2 മാർക്കിനും അല്ലെങ്കിൽ 5 മാർക്കിനും വരാറുള്ളതാണ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്ക പേപ്പറിലും ഉണ്ടാവാറുണ്ട്. എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് IFRS. ലാസ്റ്റ് മൊഡ്യൂൾ ആണ്. IFRSന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ. സോ IFRS were created to bring consistency and integrity to accounting standards and practices regardless of the company or the country. നമ്മൾ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ഒരു കമ്പനിയുടെ ചെയ്യണ സമയത്ത് എല്ലാവരും പ്രോപ്പറായിട്ട് ഒരേ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് IFRS. They were issued by London-based Accounting Standard Board (IASB) and address record keeping, then account reporting and other aspects of financial reporting. IFRS fosters greater corporate transparency. അപ്പോൾ ആൻസർ കീഴിൽ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ബട്ട് 5 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട് IFRSന്റെ ഫീച്ചേഴ്സ് കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ബുക്കിലുള്ളത് പോലെ പ്രസന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, വളരെ ഈസി അല്ലേ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19. സിംഗിൾ എൻട്രിയിൽ നിന്ന് എപ്പോഴും ഒരു പ്രോബ്ലം 5 മാർക്കിന്റെ വരാറുണ്ട്. മനസ്സിലാവുണ്ടോ? പർച്ചേസ്, ടോട്ടൽ പർച്ചേസ് കാണാനോ അതല്ലെങ്കിൽ സെയിൽസ് കാണാനോ ആയിട്ട്. ഇവിടെ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ അസർടൈൻ ടോട്ടൽ പർച്ചേസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത്. ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗ് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ഡിസ്കൗണ്ട് അലോട്ട് ബൈ ദം, ബിൽസ് പേയബിൾ ഗിവൺ, റിട്ടേൺ ഔട്ട്വേർഡ്സ്, അതിൻ്റെ ക്ലോസിങ്, ക്യാഷ് പർച്ചേസ്. മിക്ക പേപ്പറിലും ടോട്ടൽ പർച്ചേസോ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസോ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വരാറ്. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് ആൻസർ. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ക്രെഡിറ്റ് പർച്ചേസ് ലഭിക്കും. ദെൻ ക്രെഡിറ്റ് പർച്ചേസ് പ്ലസ് ക്യാഷ് പർച്ചേസ് ആണ് ടോട്ടൽ പർച്ചേസ്. അപ്പോൾ ഇതാണ് ആൻസർ. കീ ഡീറ്റെയിൽസ് ടോട്ടൽ ക്രെഡിറ്റേഴ്സിൽ ഓപ്പണിംഗ് എഴുതി അല്ലെ, ക്ലോസിങ് എഴുതി, ദെൻ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു. നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ എന്ത് ലഭിച്ചു? ക്രെഡിറ്റ് പർച്ചേസ് ബാലൻസിങ് ഫിഗർ കിട്ടി. ദെൻ നമുക്ക് ടോട്ടൽ പർച്ചേസ് ആണ് വേണ്ട. ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ്. ഇതാണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20 അഗെയിൻ പ്രോബ്ലം ആണ്. ഇഷ്യൂ ഷെയർസിൽ നിന്നുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്. സൂര്യ ലിമിറ്റഡ് ഷെയർസിൽ നിന്ന് എപ്പോഴും 5 മാർക്കിന്റെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആണ് കേട്ടോ. സൂര്യ ലിമിറ്റഡ് ഇഷ്യൂ 2 lakh equity shares of ₹10 each. Payable 3 on application, 2 on allotment, ₹3 on first call and 2 on first final call. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 3, 2, 5 5 അല്ലെ 10. The company duly receives the amount due on allotment. One shareholder holding 6,000 shares paid the final call money along with first call. അപ്പോൾ അഡ്വാൻസ് ഉണ്ട്. while another shareholder holding 10,000 shares did not pay the first call. അരിയർ ഉണ്ട്. The company did not make the final call. Pass journal entries. ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 മാർക്സ് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ജേണൽ എൻട്രി എഴുതിയ. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രിയുടെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അതിൽ തന്നെ 2 lakh ഷെയർസ് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു. 2 lakh into 3 6 lakh ഫസ്റ്റ് എൻട്രി. ദെൻ അത് ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റുന്നു. ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നു. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 2000 into 2. ദെൻ പിന്നെ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്നു. എഴുതിയതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അലോട്ട്മെന്റ് മണി നെക്സ്റ്റ് റിസീവ് ചെയ്യുന്നത് ഇത് ഇവിടെ പോയി കിടന്നു. 4 lakh തന്നെ. അതിനുശേഷം ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുമ്പോൾ 2000 into 3 6 lakh ആണ് അവിടെ ഡ്യൂ ആവുന്നത്. ദെൻ അത് ലഭിക്കുമ്പോൾ അവിടെ അരിയർ വരുന്നുണ്ട്. ഫസ്റ്റ് കോൾ മണി ലഭിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 10,000 ഷെയർസ് ഉള്ള ആൾ ഫസ്റ്റ് കോൾ തരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ
2 ലാക്കിൽ നിന്ന് 10,000 മാറ്റി 1,90,000 ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് 3 രൂപ വെച്ചിട്ട് എത്രയാ, ഇത് ഇവിടെ കിടക്കണ്ടാണ് കേട്ടോ, പ്രിൻ്റടി അങ്ങോട്ട് വന്നതാണ്. 5,70,000 ആണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുക. ഓക്കെ, 570. ദെൻ അരിയർ വന്നിട്ടുള്ളത് 10,000 × 3 30,000. ഫസ്റ്റ് കോൾ അപ്പോൾ ടോട്ടൽ ഉള്ളത് 6 lakh. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അവിടെ അഡ്വാൻസ് ഉണ്ടായിട്ടുണ്ട്. എത്രയാണ്, 6,000 ഷെയർസ് ഉള്ള ആൾ 2 രൂപ ഫൈനൽ കോൾ മണി മുൻകൂട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ 6,000 × 2 12,000. ഫസ്റ്റ് കോൾ മണി വരെ ഉണ്ടായിട്ടുള്ള ഫൈനൽ കോൾ മണി വിളിച്ചിട്ടില്ല കമ്പനി. അപ്പോൾ അതുവരെയുള്ളത് നമ്മൾ എൻട്രി എഴുതിയാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു പ്രോബ്ലം. ഈസി ക്വസ്റ്റ്യൻ അല്ലേ, ഒരു പ്രശ്നമില്ല കേട്ടോ 5 മാർക്ക് കിട്ടാൻ. So that's about our problem. Moving to next problem. Debentures. Vivek Limited took over assets worth rupees 5 lakh and liabilities of rupees 1,30,000 of Midun traders for the purchase consideration of rupees 3,96,000. Vivek Limited paid the purchase consideration by issuing debentures of rupees 100 each. Give journal entries in the books of Vivek Limited, assuming that debentures are issued at 10% discount. അപ്പോൾ ഡിബഞ്ചേഴ്സിൽ നിന്ന് എപ്പോഴും 5 മാർക്കിൻ്റെ ഒരു ചോദ്യം വരാറുണ്ട്. നമുക്കതിൻ്റെ ആൻസറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടേക്ക് ഓവർ ഇൻ എൻട്രി കാണിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലൈബിലിറ്റീസ് 1,34, ദെൻ അസറ്റ്സ് 5 lakhs, ദെൻ മിഥുൻ ട്രേഡേഴ്സ് പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് വരുന്നത് 3,96,000 ആണ്, അത് കാണിച്ചു. സോ ബാലൻസ് ചെയ്യുമ്പോൾ വരുന്നത് എന്താണ്, ക്രെഡിറ്റ് കൂടി ഡെബിറ്റ് കുറഞ്ഞ ഗുഡ് വില്ലും, നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആണ് വരിക. അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ എൻട്രി. അപ്പോൾ അസറ്റ്സ് എഴുതി, ദെൻ ലൈബിലിറ്റീസ് എഴുതി, പർച്ചേസ് കൺസിഡറേഷൻ കാണിച്ചു. ബാലൻസ് ചെയ്യുമ്പോൾ എന്താണ്, ക്രെഡിറ്റ് സൈഡ് കൂടി ഡെബിറ്റ് സൈഡ് കുറയാണെങ്കിൽ അവിടെ ബാലൻസിങ് ഫിയർ ഗുഡ് വിൽ വരും. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് കൂടി ക്രെഡിറ്റ് കുറയാണെങ്കിൽ അവിടെ റിസർവ് ആണ് വരിക. അപ്പോൾ ഇവിടെ വന്നത് എന്താണ്, ഗുഡ് വില്ലാണ്. ഇനി നെക്സ്റ്റ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തുന്ന എൻട്രി. സോ മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 3,96,000 ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. സോ 10% ഡിസ്കൗണ്ടിലാണ്. സോ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ്. സോ അവിടെ 4,40,000 ഡിബഞ്ചേഴ്സിൽ, ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ 44,000. Okay, so that's about question number 21. Okay, moving to question number 22. Hindustan Limited was registered with a nominal capital, again share ilnana 20 lakh divided into 20,000 shares of rupees 100 each. Company issued 10,000 shares at par, payable 20 on application, 30 on allotment, 20 on first call and 30 on final call. All shares were subscribed by public and amount duly received past journal entry. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്കിലത്തെ അതേ പ്രോബ്ലം ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ള. ഈസി ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. സോ ഫസ്റ്റ് എൻട്രി 10,000 ഷെയർസ് മാത്രമാണ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. സോ ബാങ്ക് ഫസ്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ഷെയർ ആപ്ലിക്കേഷൻ 10,000 × 20 2 lakh. ദെൻ ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ 2 lakh. അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്ന എൻട്രി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റഡ് ഷെയർ ക്യാപിറ്റൽ 10,000 × 30. ദെൻ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ഷെയർ അലോട്ട്മെന്റ്. എല്ലാ പ്രശ്നമുണ്ടോ, ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്നു, ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്നു, ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്നു, ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുന്നു. ഒരു പ്രശ്നമില്ലാത്തൊരു പ്രോബ്ലം ആണ്. ഫുൾ മാർക്കിംഗ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 22. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 23. A company carried forward a balance of rupees 40,000 from the P&L account for the year ended 31st March 2019. During the year 1920, it made a further profit of rupees 3,10,000
Before providing taxation, it was decided that the following decisions may be carried out. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എമൗണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ഡിവിഡൻഡ് ഓൺ 8% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹2 lakh. അടുത്തത് റിസർവ്, ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ്. ഷോ ദി ചേഞ്ചസ് ഇൻ സർപ്ലസ് ഇൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ. ഈ ഒരു ടൈപ്പ് ചോദ്യം റിപ്പീറ്റ് അല്ല കേട്ടോ, ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിൻ്റെ ആൻസറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് സർപ്ലസ് ഇൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ നമ്മൾ വരച്ചിട്ടുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ദെൻ കറണ്ട് ഇയർ പ്രോഫിറ്റ് വരുന്നത് ഡിഫറൻസ് കണ്ടുപിടിച്ചു, ദെൻ അത് ആഡ് ബാക്ക് ചെയ്തു, ദെൻ അപ്രോപ്രിയേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അപ്രോപ്രിയേഷൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു, ലെസ് ചെയ്തു, ഓരോന്ന് എഴുതി ലെസ് ചെയ്തു, നമുക്ക് കിട്ടുന്നതാണ് ബാലൻസ് അറ്റ് ദി എൻഡ്. ഈസി പ്രോബ്ലം ആണ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിക്കോ, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, ഈസി. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി എസ് എ പാർട്ടിലോട്ടാണ് പോകേണ്ടത്. സെക്ഷൻ സി 4 എസ് എ ഉണ്ടായിരിക്കും, അതിൽ 2 ആൻസർ. ഇനി 2 ഓഫ് ദി ഫോളോയിങ് 10 മാർക്സ്. സോ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സിംഗിൾ എൻട്രിയിൽ നിന്നാണ്. അർജുൻ കമൻസ്ഡ് ബിസിനസ് ഓൺ 1/1/2020 വിത്ത് എ ക്യാപിറ്റൽ 25,000. ഫർണിച്ചർ കൊണ്ടുവന്നു, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രൊവിഷൻ, ഹിസ് പൊസിഷൻ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. ഫർണിച്ചർ ഡിപ്രീസിയേഷൻ ഹാസ് അറ്റൈൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് മെയ്ഡ് ബൈ അർജുൻ ഡ്യൂറിങ് 2020. ഈസി ക്വസ്റ്റ്യൻ, 10 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് വന്നത്. നോക്കിക്കോ, അപ്പോൾ അതിനെ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ടു ഫൈൻഡ് ഔട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ റഫായിട്ടുള്ള ബാലൻസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കുന്നു. അതിലൂടെ നമുക്ക് ക്യാപിറ്റൽ ബാലൻസ് കിട്ടി, ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡിൽ ഈസിയാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ എടുക്കുന്നു, ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്തു. ദെൻ നമുക്ക് GP ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് ലഭിക്കുന്നു. അപ്പോൾ 10 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ശരിക്കും ഇവിടെ അത് പറഞ്ഞിട്ടില്ല, ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനും കൂടി ഒരു ആൻസർ കീയിൽ ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ആദ്യത്തെ എസ്സേ. പിന്നെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന എസ്സേ ഷെയറിൽ നിന്ന് തന്നെയാണ്. ഷെയറിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. മഞ്ജു ലിമിറ്റഡ് ഇഷ്യൂ 2 lakh equity shares, 10 rupees വെച്ച് 3 on application, 2 on allotment, first and final call. Company receive ചെയ്തിട്ടുള്ള application money 2,40,000 applications, 2,40,000 shares. It allows participants 1 lakh shares in full. Those for 1,20,000 shares, 1 lakh shares and reject applications for 20,000. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, റിജക്ഷനും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. Then one shareholder did not pay the first call money on 6,000 shares, which repaid the final call. Then another shareholder holding 2,000 shares did not pay the final call till the end of the accounting year. Show journal entries. ഇതാണ് ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ ആണ്. എസ് ചെയ്തുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. സോ അതിന് തന്നെ എൻട്രിയിലോട്ട് പോവാം. നോക്കിയേ, ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ 2,40,000 into 3. അതിനുശേഷം ആപ്ലിക്കേഷൻ മണി അലോട്ട്മെന്റിലോട്ട് മാറ്റുമ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. 2,40,000 അതിൽ 2 lakh ആണ് നമ്മൾ ക്യാപിറ്റലിലേക്ക് മാറ്റുക. റിജക്ഷൻ ഉണ്ട് ടു ബാങ്ക്, പിന്നെ എക്സസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു അലോട്ട്മെന്റ് ആയിട്ട് 20,000 into 3. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. 2,40,000 into 3 ഇവിടെ, 2 lakh into 3 ഇവിടെ, 20,000 into 3 ഇവിടെ, ദെൻ അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 20,000 into 3 ഇവിടെ. ഇനി അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നു ഫുൾ എമൗണ്ട്. എപ്പോഴും ഡ്യൂ ആകുമ്പോൾ ഫുൾ എമൗണ്ട് 2 lakh into 2. പിന്നെ കിട്ടണ സമയത്ത്
അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു 60,000 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാലൻസേ കിട്ടുള്ളൂ. 4 lakh minus 60,000, 3 lakh 40,000 കിട്ടുള്ളൂ. പിന്നെ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്നു. ഫുൾ എമൗണ്ട് ഫസ്റ്റ് കോൾ ടു ക്യാപിറ്റൽ 4 lakh കിട്ടുന്ന സമയത്ത് അവിടെ അരിയർ വരുന്നുണ്ട്. സോ അരിയർ 6,000 ഷെയർസുമേ ബാലൻസ് ഉള്ളത് എപ്പോൾ കിട്ടുള്ളൂ. ബാങ്ക് അക്കൗണ്ട് അറ്റർ കോൾസ് ഇൻ അരിയർസ് ടു ഫസ്റ്റ് കോൾ. ഓക്കെ, ഈസി. എക്സെപ്റ്റ് 6,000 ഷെയർസിൻ്റെ കിട്ടുന്നില്ല. പിന്നെ ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്നു. ഫുൾ എമൗണ്ട് ഡ്യൂ ആവും. ദെൻ ഫൈനൽ കോൾ മണി കിട്ടുന്ന സമയത്ത് എന്താണ് ഫസ്റ്റ് കോളിൻ്റെ അരിയർ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. ബാങ്ക് ടു കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പോൾ അതും കൂടി എഴുതി. നേരത്തെ കിട്ടില്ല അല്ലേ, കിട്ടാണ്ട് പോയ സാധനം. ദെൻ അതിനുശേഷം ഫൈനൽ കോൾ മണി നമുക്ക് റിസീവ് ചെയ്യുന്നു. അവിടെ വീണ്ടും അരിയർ ഉണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് അറ്റർ കോൾസ് ഇൻ അരിയേഴ്സ് 2,000 ഷെയർസുമേ ടു ഫൈനൽ കോൾ. ഓക്കെ, സോ ഇത്രയാണ് പറഞ്ഞിട്ടുള്ള 4 ഫീച്ചറിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു പ്രോബ്ലം. മൂവിങ് ടു മൂന്നാമത്തെ എസ്സേ. മൂന്നാമത്തെ എസ്സേ ഫൈനൽ അക്കൗണ്ട് ആണ്. എല്ലാ പ്രാവശ്യവും ഒരു ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. ഓക്കെ, ഇതാണ് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം. നമുക്ക് ബാലൻസ് ഷീറ്റ് അല്ലേ, ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ട്. വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ദി ഫോളോയിങ് ബാലൻസസ് ഓഫ് ആദർസ് ലിമിറ്റഡ് 31 March 2019 വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒരു 6 പോയിന്റ്. ഡിപ്രീസിയേഷൻ, പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ അല്ലേ. എന്തായാലും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എസ് സി ആയിട്ട് കേട്ടോ. ഒന്ന് സൂം ചെയ്ത് വെക്കണമെങ്കിൽ ഇതാണ് ട്രയൽ ബാലൻസിൽ ആദ്യത്തെ കുറച്ച് പോർഷൻ, പിന്നത്തെ കുറച്ച് പോർഷൻ, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, ഞാനപ്പോൾ അതിൻ്റെ ആൻസർ കാണിച്ചു തരാം. സോ ആൻസറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡിൽ വരയ്ക്കണം. ഓക്കെ, സോ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യം സെയിൽസ് ആണ്, ടോട്ടൽ റവന്യൂ എഴുതി. ദെൻ എക്സ്പെൻസസ്, പർച്ചേസസ് എഴുതി. ചേഞ്ച് ഇൻ ഇൻവെൻട്രി എമൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തു കേട്ടോ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, ട്രേഡ് എക്സ്പെൻസ്. സോ എല്ലാം കൂടി ടോട്ടൽ ചെയ്തു. അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ലഭിച്ചു. ദെൻ ടാക്സ് പ്രൊവിഷൻ 50%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ലാസ്റ്റ് EBIT. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടിയത് 1,80,000, ലാസ്റ്റ് EBIT 4.5. ദെൻ ബാലൻസ് ഷീറ്റിലോട്ട് പോകുന്നു. ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ലോങ് ടൈം ബോറോയിങ്സ്, ട്രേഡ് പേയബിൾ. ഓക്കെ, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയോളോ. ദെൻ അതർ കറന്റ് ലൈബിലിറ്റി, ഷോർട്ട് ടൈം പ്രൊവിഷൻ, ടോട്ടൽ. ഓക്കെ, ടാൻജിബിൾ അസറ്റ്സ്, ഇൻടാൻജിബിൾ, രണ്ട് സൈഡും ടാലി 83,55,000. ഓക്കെ, നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. അത് ഞാൻ അതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഈസിയാണ്, അധികം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഒന്നുകൂടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡിൽ ആദ്യം. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡിൽ 1.80 വരെ, പിന്നെ ബാലൻസ് ഷീറ്റ്. ഓക്കെ, സോ മൂവിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എസ്സിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. തിയറിയാണ്. IFRSന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. മിക്ക പേപ്പറിലും IFRS റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു തിയറി വരാറുണ്ട്. ഈസി ക്വസ്റ്റ്യൻ, IFRSന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇതാണ് സംഭവം. IFRS എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞു, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ്, ഇക്കണോമിക് ഗ്രോത്ത് അവിടെ ഉണ്ടാവുന്നു. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, ബുക്കിലുള്ളത് തന്നെയാണ്. ബെനിഫിഷ്യൽ ഫോർ ദി കോർപ്പറേറ്റ് വേൾഡ്, beneficial for investors, new opportunities for accounting professionals, helpful for regulations. പിന്നെ അതിൻ്റെ challenges,
നീഡ് ഫോർ റെഗുലേറ്ററി അമെൻമെൻറ്റ്സ്, ലാക്ക് ഓഫ് സ്കിൽഡ് ആൻഡ് ട്രെയിൻഡ് റിസോഴ്സസ്. IFRS ഒക്കെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകളാണ്, നെഗറ്റീവ് ഷെയ്ഡ്സ് ആണ് പറയുന്നത്. കോംപ്ലക്സിറ്റി ഇൻ ദി ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്, ദി ബേർഡൻ ഓഫ് SMEs, ചെറിയ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ലെവൽ ഓഫ് അവെയർനെസ്, ടാക്സേഷൻ, ഇതൊക്കെ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ എസ്സേയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി 2022 പേപ്പറും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, പിന്നെ എക്സാമിൻ്റെ സമയത്തെ എന്താ പറയുക ഓരോ പാർട്ടിലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ക്വിക്ക് റിവിഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ചാനലിലൂടെ എല്ലാ പേപ്പേഴ്സിൻ്റെയും മെയിൻ പേപ്പേഴ്സിൻ്റെ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. സോ നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.